നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ ഈ പായലും സംഭവങ്ങളൊക്കെ വളർന്നു നടക്കുന്ന ഒരുപാട് കുളങ്ങളും മറ്റു സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തൊരു വലിയ ലോകമാണ് ഇത്തരത്തിലുള്ള അതായത് ഈ പായലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു നടക്കുന്ന ഇതുപോലുള്ള വെള്ളങ്ങളിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു വലിയ ലോകം തന്നെയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഉണ്ട് ഇതിൻ്റെ അകത്തുള്ള സൂക്ഷ്മജീവികളെ നോക്കാനാണ് പോകുന്നത്. നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പാണ് ഈ മൈക്രോ ഓർഗാനിസത്തിനെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ചെറിയൊരു സ്ലൈഡിൽ നമ്മളൊരു സാമ്പിൾ ഇത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് കാണാൻ പറ്റും. സൂക്ഷ്മജീവികളെ അങ്ങനെയാണ് നമ്മൾ നോക്കാറ്. നമ്മൾ ശേഖരിച്ച സാമ്പിൾ സ്ലൈഡ് നമ്മുടെ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിലേക്ക് വയ്ക്കും. നമ്മളുടെ ഡിജിറ്റൽ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പാണ് ഇത് നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പതുക്കെ ഫോക്കസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നുള്ള കാര്യം ഇതെല്ലാം വ്യക്തമായിട്ട് കാണുന്നത്. ആദ്യം ലോ ഫോക്കസ് ഇട്ട് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ നമ്മൾ സ്ലൈഡുകൾ വച്ചിട്ട് അത് നമ്മൾ ഫോക്കസ് ചെയ്യും. ഓരോ സൂമിനും ഓരോ ലെൻസാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ശരിക്കും പ്രകാശരശ്മികളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതായത് ഇത് ബൈനോക്കുലർ മൈക്രോസ്കോപ്പാണ്. നമ്മൾ ഇതിൻ്റെ കൂടെ കണ്ണുണ്ട് നമ്മൾ സാധാരണ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കാനും പറ്റും. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു സെൻസറും വെച്ചിട്ടുണ്ട്. അതുവഴി നമുക്ക് ലാപ്ടോപ്പിലും ഇതിൻ്റെ ഇമേജ് കിട്ടും. അപ്പോൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ ശരിക്കും സാധാ പ്രകാശം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനെ മാഗ്നിഫൈ ചെയ്ത് ലെൻസ് വഴി മാഗ്നിഫൈ ചെയ്ത് നമ്മൾ കാണുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് പല മാഗ്നിഫിക്കേഷന് വേണ്ടിയിട്ടും പല ലെൻസുകളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ഇത് ഹൈ മാഗ്നിഫിക്കേഷനാണ് 10x. അപ്പം ഇത് ഓരോന്നും എടുത്തിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ളത് കാണാൻ പറ്റും നല്ല രീതിയിൽ. ഇത് ഹൈ മാഗ്നിഫിക്കേഷനാണ്. സ്ലൈഡിലെ ഏത് ഭാഗത്ത് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം, ഏത് ഭാഗത്ത് നമുക്ക് ഒബ്സർവ് ചെയ്യണമെന്ന് കൺട്രോൾ ചെയ്യുന്ന രണ്ട് നോബുകളാണിത്. ഇത് മുന്നോട്ടും പിന്നോട്ടും പോകാനും ഇത് സൈഡിലേക്ക് പോകാനുമാണ് ഈ രണ്ട് നോബുകൾ ഉപയോഗിക്കുന്നത്. അതുവഴി നമുക്ക് സ്ലൈഡിലെ ഏത് ഭാഗത്ത് വേണമെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഓരോ കാര്യവും നമ്മൾ, അതായത് മൈക്രോസ്കോപ്പിക് വേൾഡിലെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നത് ഇങ്ങനെയാണ്. എന്തായാലും നമുക്കിനി നമ്മളെടുത്ത സാമ്പിളിൽ ഏതെങ്കിലും ജീവികളുണ്ടോ എന്ന് തിരഞ്ഞു നോക്കാം. അപ്പോൾ ഇതുപോലുള്ള അഴുക്ക വെള്ളങ്ങളിൽ ഒരുപാട് ഇതുപോലെ സൂക്ഷ്മജീവികൾ കാണാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പല തരത്തിലുള്ള സൂക്ഷ്മജീവികൾ നമുക്ക് കാണാൻ കഴിയും. ശരിക്കും ഈ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു തരത്തിലുള്ള വലിയൊരു വിചിത്രമായ ലോകമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ജീവി ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ജന്തുവിനെ കാണുന്നത്. അപ്പോൾ ഇത് എന്താണ്, ഇതിൻ്റെ പേരെന്താണ്, ഇത് ശരിക്കും എന്ത് തരത്തിലുള്ള സൂക്ഷ്മജീവിയാണെന്നതിനെ കുറിച്ചുള്ളൊന്നും എനിക്കറിയില്ല. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഒട്ടുമിക്ക സൂക്ഷ്മജീവികളെ പറ്റിയും എനിക്കറിയുന്നതല്ല. ഈ ചില കോമൺ ആയിട്ടുള്ള, അതായത് സാധാരണ അഴുക്ക വെള്ളങ്ങൾ കാണുന്ന ചില കോമൺ ആയിട്ടുള്ള ജീവികളെ ഒഴിച്ച് ബാക്കിയുള്ള ജീവികളെക്കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. അപ്പം നിങ്ങൾക്കിത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അഥവാ ഇതിൻ്റെയൊക്കെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരു സൂക്ഷ്മജീവിയുടെയും പേര് പറയുന്നതായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ സാധാരണ ഒരു കുഴപ്പമില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തോന്നുന്ന പലതരത്തിലുള്ള ജലസ്രോതസ്സുകളിലും ഇതുപോലൊരു വലിയ ലോകം ഒളിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സൂക്ഷ്മലോകത്തിൽ സസ്യങ്ങളും അതുപോലെ തന്നെ ചലിക്കുന്ന ജീവികളും ഒക്കെ ഒരുപാട് തരത്തിലുള്ളതുണ്ട്. ഇപ്പോൾ ഭൂരിഭാഗം നമുക്ക് മനുഷ്യർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത സൂക്ഷ്മജീവികളാണെങ്കിൽ പോലും വളരെ അപൂർവമായി ചിലതരത്തിലുള്ള വിരകളും ചില വയറിളക്കവും പിന്നെ ഗുരുതരമായ പല രോഗങ്ങളും പരത്തുന്ന പലതരത്തിലുള്ള സൂക്ഷ്മജീവികളും ഇത്തരം ജലസ്രോതസ്സുകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും, അതായത് ഈ കെട്ടിക്കിടക്കുന്ന ജലസ്രോതസ്സുകളിൽ കൂടുതൽ ഇടപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഒക്കെ സയൻസ് എടുത്ത് പഠിച്ചവർക്ക് നല്ലതായിട്ട് അറിയാമായിരിക്കും. ഒരുവിധം ഈ ബോട്ടണി, സുവോളജി പോലുള്ള വിഷയങ്ങളിൽ ഈ കോമൺ ആയിട്ടുള്ള ചില സൂക്ഷ്മജീവികളെ പറ്റി നല്ല രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നിരിക്കണം. അത്തരത്തിൽ ചില ആൽഗകൾ, ചില പ്രോട്ടോസോവ പോലുള്ള ചില ഏകകോശ ജീവികൾ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ജന്തുക്കളെ ഇതിൻ്റെ അകത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ എനിക്ക് അറിഞ്ഞുകൂടാത്ത ചില തരത്തിലുള്ള വിചിത്രമായ ചില ജന്തുക്കളെ വീണ്ടും ഇതിൻ്റെ അകത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഉദാഹരണത്തിന് ഈ കാണുന്ന ജീവി, ഇത് ഒരുമാതിരി ഉണ്ടയിൽ കുറേ കാലുകൾ വെച്ച് പിടിപ്പിച്ച കണക്കത്തെ ഒരു ജന്തു. ഇതെന്താണ് ഇതിൻ്റെ പേരെന്നോ ഇതെങ്ങനെയാണ് ഇത് എന്താണ് ഇതിൻ്റെ ശരിക്കുള്ള ഇതിനെക്കുറിച്ച് ഒരു കുന്തവും എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് ഇത് ഏതാണ് ജീവിയെന്ന് അറിയാമെങ്കിൽ താഴെ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും കുറേ വിചിത്ര ജീവികളെ ഇന്നെടുത്ത് സാമ്പിൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ കാര്യങ്ങൾ കാണുന്നത്. അപ്പം ഞാൻ പോലും ഇത്ര പ്രതീക്ഷിച്ചില്ല. അപ്പം നമ്മൾ ശരിക്കും ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് റിസർച്ച് നടത്തുന്നത് സർഫസ് സ്ട്രക്ചറുകൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബയോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത ഫീൽഡല്ല, നമ്മൾ സർഫസ് കെമിസ്ട്രിയാണ്. അത് കെമിസ്ട്രി പരമായിട്ട് നമ്മുടെ രസതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ റിസർച്ച് ചെയ്യുന്നത്. അപ്പം ആർക്കെങ്കിലും ഈ ബയോളജി റിലേറ്റ് ചെയ്തുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ജീവികളെ കുറിച്ചുള്ള പഠനവും മറ്റു കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ഇതുപോലെ ഒരു മൈക്രോസ്കോപ്പ് മാത്രം മതി. നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശരിക്കും ഒബ്സർവ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് ജീവികളെ ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ടു. അപ്പോൾ അത് നിങ്ങൾക്ക് തുടർന്നും ഇതുപോലുള്ള ജീവികളെ ഇതിൻ്റെ അകത്ത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ബാക്കിയുള്ള ജീവികളെയും ബാക്കിയുള്ള ഇതുപോലുള്ള സൂക്ഷ്മജീവികളുടെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.